കോമഡി സ്റ്റാർസിലെ ടീമുകൾ വാശിയേറിയ റിഹേഴ്സൽ നടത്തുമ്പോഴായിരുന്നു റിഹേഴ്സൽ വേദിയിലേക്കുള്ള ഭാവനയുടെ അപ്രതീക്ഷിത കടന്നുവരവ്. നമസ്കാരം. മലയാളത്തിന്റെ സൂപ്പർ താരം മലയാളത്തിന്റെ സൂപ്പർ കൊമേഡിയന്മാർ തട്ടിക്കൊണ്ടുപോയി. മലയാളത്തിന്റെ സൂപ്പർ കോമഡി ഷോയുടെ കോമഡി സ്റ്റാർസിന്റെ പിടിയിലാണ് മലയാളത്തിന്റെ സൂപ്പർ താരം നായിക. ജഗപുകയായിരുന്നു സംഭവം. ഉഷാറായിരുന്നു. കാണണ്ടേ മലയാളത്തിലെ ഏറ്റവും രസകരമായ സ്റ്റാർ ഷോ? കാണാം നിങ്ങൾക്ക്. സ്വാഗതം. താങ്ക് യു. എന്നെ ഒരു 3 വർഷമായിട്ട് ഇങ്ങനെ കോമഡി സ്റ്റാർസിൽ ഗസ്റ്റായിട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ടി വിയിൽ എപ്പോഴും കാണുന്ന ഒരു പ്രോഗ്രാം. എൻ്റെ അച്ഛനും അമ്മയും നിങ്ങളുടെ എല്ലാവരുടെയും ഭയങ്കര ഫാൻസാണ്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ തിരുവനന്തപുരം വരുമ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക, ഈശാനറ്റാരൊന്നും അറിയണ്ട, ഞാൻ തിരുവനന്തപുരത്തുണ്ട് നൽകാൻ ഇപ്പം വിളിച്ചോണ്ട് പോകും എല്ലായിടത്തേക്കൊന്നും പറഞ്ഞതും അതിന് മുമ്പിൽ വന്നു. എനിക്ക് പ്രത്യേകിച്ച് എന്താ ചോദിക്കേണ്ടത് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കോമഡി സ്റ്റാറിനെ കുറിച്ച് ഒരു അഭിപ്രായം ഒന്ന് പറയാം. ഞാനാ ചോദിക്കുന്നത്. കോമഡി സ്റ്റാർസിനെ പറ്റി എനിക്ക് വളരെ നല്ല അഭിപ്രായം. എല്ലാ സീരിയൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫുൾ ഡിപ്രഷനാണ്, കരച്ചിലും പിഴച്ചിലും. സോ ചിരിപ്പിക്കൽ എന്നും ആൾക്കാർ അത് തിരഞ്ഞെടുക്കുന്നതാണ്. ഇപ്പൊ കോമഡി ഫിലിംസ് എന്ന് ഇറങ്ങിയാലും ഹിറ്റാവും എന്നുള്ള പോലെ കോമഡി പ്രോഗ്രാംസ് ആൾക്കാർക്ക് എല്ലാവർക്കും കാണാൻ ഇഷ്ടമാണ്. വന്നല്ലോ. ഞങ്ങളുടെ കൂടെ ഒരു മരുമോളായിട്ട് അഭിനയിക്കാനായിട്ട് വരാമോ? വലിയ ബഡ്ജറ്റ് ഒന്നുമില്ല, ചെറിയ ബഡ്ജറ്റിൽ വരാമോ? മരുമോളായിട്ടോ? അമ്മായിമ്മ ഞാനാകും. അമ്മേ, ഞാനൊക്കെ സ്റ്റേജിൽ അഭിനയിച്ച ഭയങ്കര തലിപൊളിയായിരിക്കും. അങ്ങനത്തെ ഒരു മരുമോളെ നമുക്ക് ആവശ്യം. ഞാൻ ചിലപ്പോ ശരിയാവല്ലോ. നിങ്ങളുടെ ടീം അതോടുകൂടി താഴെ പോകും. ടിവിയിൽ കണ്ടറിഞ്ഞ താരങ്ങളെ അടുത്തു കണ്ടപ്പോൾ അവരുടെ ചില പ്രകടനങ്ങൾ കണ്ട് അമ്പരം നിരുന്നത് ഭാവന. ഏതൊക്കെയാ നടികളുടെ വോയിസ് നിങ്ങൾ എടുക്കുന്നത്? നടന്മാരുടെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. കാവ്യമാധവന്റെ ശബ്ദം ഒന്ന് ചെയ്യോ? എന്തോരാൾക്കാരാ ഇവിടെ. നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ തന്നെ അതിയായ സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ പുതിയ ചിത്രം ഗതാമയാണ്. കമൽ സാറാണ് അതിൻ്റെ ഡയറക്ടർ. എല്ലാരും കാണണം, നല്ല പടാണ്. പിന്നെ ഒരു പാട്ട് പാടിയാല് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ്. താങ്ക് യു. കൽപ്പന ചേച്ചിയുടെ സൗണ്ട്, ഫ്ലോറലത്തെ ശബ്ദം. യോ ചേട്ടാ പറയട്ടെ, എന്തൊരു കഷ്ടാണ് ചേട്ടാ. ജഗദീഷ് ചേട്ടാ എന്തെങ്കിലും പറയുമ്പോ അത് ഇടയിൽ കയറി സംസാരിക്കല്ലോ, എന്തൊരു കഷ്ടാണ്. ജയറാം ചേട്ടന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാം. ഞങ്ങളുടെ കൂടെയുള്ള കലാകാരനാണ് മിസ്റ്റർ വേണു നരിയാപുരം. ഭാവന ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി ജയറാമിന്റെ ശബ്ദം. ജയറാം ചേട്ടനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാം. ജയറാമേട്ടാ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ ഭാവന, ആകെപ്പാട് ഒരു സുഖമില്ലാത്ത കണ്ടീഷനിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ജയറാമേട്ട സ്ഥിരമാണ് ഇങ്ങനെയൊക്കെ. എന്റെ അമ്മേ എനിക്ക് വയ്യ, ബെസ്റ്റ് ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ജയറാമേട്ട. ഭാവന, ഞങ്ങളുടെ ചീഫ് ജഡ്ജ് ജഗദീഷ് ചേട്ടന്റെ ശബ്ദം അനുകരിക്കാം. കാര്യം, ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഉദ്ഘാടനത്തിനാണ് വന്നതെങ്കിലും എനിക്ക് പറയാനുള്ളത് പഴയ ആശാൻ പള്ളിക്കൂടത്തെ കുറിച്ചാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തോട് പഴയ ആശാൻ പള്ളിക്കൂടങ്ങൾ യോജിച്ചു പോകും എന്നുള്ള അഭിപ്രായം എനിക്കില്ല. എങ്കിലും ഇത്തരം ആശാൻ പള്ളിക്കൂടങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സാംസ്കാരിക മണ്ഡലങ്ങൾക്ക് നൽകിയ സംഭാവനകൾ പാടെ വിസ്മരിച്ചുകൊണ്ട് അവ പൊളിച്ചു കളയുന്നതിനോട് എനിക്ക് കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്താനുള്ളത്. താങ്ക് യു. നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ഏട്ടന്റെ ഇന്റർവ്യൂവിന് പങ്കെടുക്കുമ്പോഴുള്ള നോർമൽ ശബ്ദം ഞങ്ങളുടെ ഒരു കലാകാരൻ അവതരിപ്പിക്കും, മിസ്റ്റർ സുബിൻ. സ്വാതന്ത്ര്യം ജന്മസിദ്ധം, ഭാരതിൽ തുല്യമേതു നാരിക്കും നരനുമുണ്ടായിരിക്കട്ടെ എന്നു പാടുന്ന പടവാളുകൾ സ്വപ്നം കണ്ട ഇന്ത്യയുടെ മതേതരത്വം ഇന്നെവിടെ? എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, കേരളത്തെ ജനത ജാതിയും മതവും വിടിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം നാടായി എന്നും നിലനിൽക്കും കേരളം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ വോഡഫോൺ കോമഡി സ്റ്റാർസിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ ഒരു പ്രിയങ്കരനായ സുഹൃത്താണ് ഷനോബി. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാൻ അനുകരിക്കാം. എന്തൊരാണ് ഭാവന ചേച്ചി വന്നിരുന്നപ്പോൾ നിങ്ങളൊക്കെ എന്തൊരാണ് നോക്കിക്കൊണ്ടിരിക്കുക. ചാറ്റിക്ക് സുഖങ്ങളൊക്കെ തന്നെ. ഞാനെന്തിനു പറയാ, എന്നാ വരുന്നിടത്ത് വെച്ച് കാണാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പാട്ടയച്ച്. ഇനി അദ്ദേഹത്തിൻ്റെ ടീമിൽ
ടീം ലീഡറായിരുന്നു, VIP-യിലെ ലീഡറായിരുന്നു നെൽസൺ. അദ്ദേഹത്തിന്റെ ശബ്ദം, ഈ രണ്ടുപേരുടെ ശബ്ദം കൊണ്ട് എനിക്കറിയാം എനിക്കറിയാം. ഈ കണ്ടുപിടി പറയുള്ളത് പറ, ഞങ്ങൾ കേക്കട്ടെ. നമ്മളെ കൊച്ചളിയ, നമ്മളെ കൊച്ച കാര്യങ്ങൾ പറയുന്നത് പറ. എന്തോ ഞങ്ങളുടെ പറയുള്ളത് പറ. 61 സിനിമയിൽ അഭിനയിച്ചെന്നല്ലേ പറഞ്ഞിരിക്കണം. അഭിനയിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്റിമസി തോന്നുന്ന ഒരു നടനുണ്ടല്ലോ, ഇങ്ങനെ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്താൽ ഏറ്റവും കൂടുതൽ നമുക്ക് പറ്റും എന്ന് തോന്നിയ ഒരു നടൻ? എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരാൾ അനൂപേട്ടനാണ്. അനൂപേട്ടൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഒരു സീൻ ചെയ്യുമ്പോൾ നമുക്കൊരു സജഷൻ വേണമെങ്കിൽ എനിക്ക് ചോദിക്കാൻ, ഇവിടെ ഞാനത് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇത് കുറച്ചൊരു ഡ്രാമ ഫീൽ ചെയ്യുന്നില്ലേ, അപ്പം അങ്ങനെ പറയാനുള്ളൊരു അടുപ്പം എനിക്ക് അനൂപേട്ടൻ്റെ അടുത്തുള്ളതാണ്. അനൂപേട്ടൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് കൂടുതൽ കംഫർട്ടബിൾ ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ചാക്കോച്ചൻ, പിന്നെ ആസിഫ്, പൃഥ്വി, ഞങ്ങളുടെയൊക്കെ ഒരു ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കുഴപ്പമില്ല. ആർക്കും ദോഷമില്ലാത്ത രീതി പറഞ്ഞൊപ്പിച്ചു. ഇല്ല, ഒരുപാട് പേരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാൻ പറ്റുമോ? അത് വേണം. അത് വേണം തീർച്ചയായിട്ടും. 1 2 3 4. സുഖമാണി നിലാവ് എന്തു സുഖമാണി കാറ്റ് അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണി സന്ധ്യ. താങ്ക് യു വെരി മച്ച്. കുടുക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മുൻപിൽ ആദ്യമൊന്ന് പതറിയെങ്കിലും പിടികൊടുക്കില്ലെന്ന വാശിയിൽ തന്നെയായിരുന്നു ഭാവന. അവിടെ ഒരുപാട് സിനിമകളിൽ ഒരുപാട് പ്രേമ സീനുകൾ അഭിനയിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ അങ്ങനൊരു പ്രേമം ഉണ്ടോ? ചിരിച്ച് ആരെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾക്കൊന്നും അറിഞ്ഞില്ല.